ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തക ജില്ലയായിരുന്നു തൃശൂർ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒട്ടേറെ നേതാക്കളെ സംഭാവന ചെയ്ത ജില്ല കൂടിയാണ് തൃശൂർ. കെ കരുണാകരൻ പോലും തൃശൂരിന്റെ ജനഹൃദയങ്ങളിൽ നിന്നാണ് കേരളത്തിന്റെ രാഷ്ട്രീയ വിഗതികൾ നിർണ്ണയിക്കപ്പെടുന്ന വൻ ശക്തിയായി മാറിയത്. അന്നും ഇന്നുമെല്ലാം കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള വിഭാഗീയതകളും തൃശൂരിൽ ഉൾപ്പെടെ നിലനിന്നിട്ടുണ്ട്. അന്നൊന്നും വിഭാഗീയതയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും പാർട്ടിയുടെ മുന്നേറ്റത്തെ തെല്ലും ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഗ്രൂപ്പ് പ്രവർത്തനവും വിഭാഗീയതയും തൃശൂരിലെ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ പാർട്ടിയെ 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചതും വിഭാഗീയതയാണെന്നാണ് വിലയിരുത്തൽ. തൃശൂരിലെ കോൺഗ്രസിനെ ഏറെക്കുറെ ഇങ്ങനെയാക്കിയത് TN പ്രതാപനും ജോസ് വള്ളൂരും NP വിൻസെന്റുമാണെന്ന് പ്രവർത്തകർ പോലും തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ്. ഇവരുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും ഒരുപോലെ അസംതൃപ്തരായിരുന്നു. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായാണ് വിലയിരുത്തൽ. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത്. അധികം വൈകാതെ തന്നെ DCCയുടെ തലപ്പത്തേക്ക് ഈ ത്രിമൂർത്തികളെ ഒഴിവാക്കി യുവ നേതാക്കൾ കടന്നു വരുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ.